My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 327ാമത്തെ എപ്പിസോഡിൽ അർജന്റൻ നൈട്രിക് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ ഈ ഔഷധത്തിൻ്റെ വളരെ വിചിത്രവും വളരെ തനതുമായ ഒരു ലക്ഷണത്തെക്കുറിച്ച് മറ്റു ചില ഔഷധങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര വിശദീകരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ എങ്ങനെ ഈ ഔഷധം നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന തരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊരു പ്രധാനപ്പെട്ട കാര്യം അർജന്റൻ നൈട്രികത്തിൻ്റെ സൈക്കോട്ടിക് സ്വഭാവത്തെക്കുറിച്ചുള്ള കൃത്യമായ ചില സൂചനകളാണ്. അതുപോലെ ചില പ്രധാനപ്പെട്ട പർട്ടിക്കുലർ സിംപ്റ്റംസും പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. The aggravation of the menstrual period is a strong feature and she is free from symptoms during the interim. ആർത്തവ രക്തസ്രാവം ഉള്ള സമയത്തും അതിന് മുൻപുമൊക്കെ ഈ അർജന്റൻ നൈട്രിക്കം പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. രണ്ട് ആർത്തവങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു കാലയളവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ കാര്യമായിട്ടുണ്ടാകുകയില്ല. ദ പാൽപിറ്റേഷൻ, ദ ട്രംബ്ലിംഗ്, ദ കോൾഡ്നെസ് ഓഫ് ദ സർഫേസ്, ദ ഡിസയറിംഗ് കോൾഡ് ഓപ്പൺ എയർ, blueness of the lips, coldness of the extremities, blueness and coldness of lower extremities to the knees and of the hands and arms to the elbows, and yet the patient wants cool things. വളരെ വിചിത്രമായൊരു അവസ്ഥയാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തണുപ്പ് അനുഭവപ്പെടുന്നു. വിറയലുണ്ട്, നെഞ്ചിടിപ്പുണ്ട്, കൈകാലുകളിലൊക്കെ തണുത്തിരിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും തണുത്തായിരിക്കുന്നത്. പക്ഷേ തണുത്ത തുറന്ന വായു വേണം, അതിനോടാണ് ആഗ്രഹം. അതുപോലെ കുടിക്കാനും തിന്നാനും ഒക്കെ എന്തെങ്കിലും തണുത്തത് വേണം. അങ്ങനത്തെ ഒരു വൈരുദ്ധ്യം തോന്നിക്കുന്ന ഒരവസ്ഥ ഇതിലുണ്ട്. അതുപോലെ തണുപ്പിനോടൊപ്പം തന്നെ നീലിപ്പും, കൈകാലുകൾ, ചുണ്ട് ഇവിടെയൊക്കെ നീലിച്ചു പോകുന്ന അവസ്ഥ അതുകൂടി അർജന്റൻ നൈട്രികത്തിൽ നമുക്ക് കാണാം. ദിസ് മേ നോട്ട് ബി സീൻ അറ്റ് എനി അതർ ടൈം. മറ്റ് സമയങ്ങളിൽ ഇത് കാണില്ല. ഈ ആർത്തവമായിട്ട് ബന്ധപ്പെട്ടാണത്. ആർത്തവ രക്തസ്രാവത്തിൻ്റെ സമയത്തും അതിന് മുൻപും മറ്റ് സമയങ്ങളിൽ ഇത് കാണില്ല. ഹിയർ ഈസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ. ഈ കൊട്ടേഷനിലാണ് പറയുന്നത്. പേഷ്യൻറ്റ് കനോട്ട് ലൈ ഓൺ ദ റൈറ്റ് സൈഡ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ഓൺ സോ മച്ച് പാൽപിറ്റേഷൻ. രോഗിക്ക് നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസമുള്ള ഒരു രോഗിക്ക് വലതുവശം തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, വല്ലാതെ നെഞ്ചിരിപ്പുണ്ടാകും. സാധാരണ ഇടതുവശത്തും തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. പക്ഷെ വലതുവശം തിരിഞ്ഞ് കിടക്കുമ്പോൾ കുഴപ്പമുണ്ടാകും. വി ഹാവ് പ്ലെൻറ്റി ഓഫ് റെമഡീസ് വിത്ത് പാൽപിറ്റേഷൻ വേഴ്സ് ഫ്രം ലൈയിങ് ഓൺ ലെഫ്റ്റ് സൈഡ്. ഇടതുവശം തിരിഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ നെഞ്ചിരിപ്പുണ്ടാകുന്ന നിരവധി ഔഷധങ്ങൾ നമുക്കുണ്ട്. ബട്ട് റെമഡീസ് വിത്ത് പാൽപിറ്റേഷൻ വേഴ്സ് ലൈയിങ് ഓൺ റൈറ്റ് സൈഡ് ആർ റയർ. വലതുവശം തിരിഞ്ഞ് കിടക്കുമ്പോൾ നെഞ്ചിരിപ്പുണ്ടാകുന്ന ഔഷധങ്ങൾ ചുരുക്കമാണ്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഈ റയർ ആയിട്ടുള്ള വളരെ ചുരുക്കമായിട്ടുള്ള ഈ ഔഷധങ്ങളൊക്കെയാണ് പറയുന്നത്. അലൂമൻ, ബാഡിയാഗ, കാൽമിയ, കാലിനൈട്രിക്കം, ഇല്ലിയൻ ഡൈഗ്രിക്കം, പ്ലാറ്റിന, സ്പോഞ്ചിയ, ഇത്തരം ഔഷധങ്ങൾ. ഇത് സ്പോഞ്ചിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ പിതാവിൻ്റെ തന്നെ ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ കടുത്ത നെഞ്ചുവേദന. ഞങ്ങളുടെ അടുത്ത് ഒരു നേഴ്സ് താമസിക്കുന്നുണ്ട്. ഒരു കുഷ്ഠരോഗ സാനിറ്റോറിയത്തിൻ്റെ ഒരു ക്വാർട്ടറിലായിരുന്നു ഞങ്ങളുടെ താമസം. തൊട്ടടുത്ത ക്വാർട്ടറിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഹൃദ്രോഗത്തിൻ്റെ ആരംഭമാണ്, ഉടനെ ആശുപത്രി കൊണ്ടുപോകുക. ആശുപത്രി കൊണ്ടുപോകുന്നതിന് ഒന്നാമത് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു, രണ്ടാമത് ഹോമിയോപ്പതി കൊണ്ട് അതിനെ നേരിടാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷെണായിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് കേസ് ലക്ഷണങ്ങളെടുത്ത് ചർച്ച ചെയ്തു. അപ്പോൾ അവിടെ ഇതായിരുന്നു പ്രശ്നം. വലതുവശം തിരിഞ്ഞ് കിടക്കാൻ നേരത്താണ് ഈ എൻ്റെ പിതാവിൻ്റെ നെഞ്ചുവേദനയും നെഞ്ചിൻ്റെ വല്ലാതെ ഇടിക്കുന്ന അവസ്ഥയും ഒക്കെ വർദ്ധിക്കുന്നത്. മറ്റു പല ലക്ഷണങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷണങ്ങൾ ചേർത്തുകൊണ്ട് സുഹൃത്ത് സ്പോഞ്ചിയ നിർദ്ദേശിച്ചു. സ്പോഞ്ചിയ കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ തിരക്കായിരുന്നു. എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാനും പോയി, ഭാര്യയും പോയി, ജോലിക്കൊക്കെ പോയി. എൻ്റെ ഭാര്യ ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല, സാധാരണഗതിയിലിരിക്കുന്നു. ഒറ്റ ഡോസേ കൊടുത്തുള്ളൂ, ഒറ്റ ഡോസ് മാത്രം. വീണ്ടും ആവർത്തിക്കേണ്ടത്. പിന്നീട് വന്നു നെഞ്ചുവേദന ഒന്ന് വശം മാറിയാവുന്നത്. അപ്പോൾ ഔഷധം വേറെ ആയിരുന്നു. ഇറ്റ്സ് അൺകോമൺ, സ്ട്രേഞ്ച്, റയർ ആൻഡ് പെക്യുലിയർ. അസാധാരണമാണ്, വളരെ അപരിചിതമാണ്, വളരെ ചുരുക്കമാണ്,
വളരെ തനിമയുള്ളതാണ് ഇത്തരം ലക്ഷണങ്ങൾ. അത്തരം ലക്ഷണങ്ങൾ ഒരു കേസിൽ കണ്ടെത്തിയാൽ വളരെ ചുരുക്കം ഔഷധങ്ങൾ മാത്രം ഉള്ള ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്താനായാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെയും ഭാഗ്യം, രോഗിയുടെയും ഭാഗ്യം. ഇറ്റ് ഈസ് സച്ച് എ സ്ട്രോങ് ഫീച്ചർ ഇൻ ദിസ് റെമഡി ദാറ്റ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഇറ്റ് ബിക്കംസ് ക്വൈറ്റ് ജനറൽ. അപ്പോൾ ഈ ഔഷധത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ സവിശേഷത, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രാമുഖ്യം വളരെ വലുതാണ്. എത്രത്തോളം വലുതാണ്? ഇതൊരു പെക്യുലിയർ സിംറ്റമാണ്, റെയർ സിംറ്റമാണ്. അതിൻ്റെ ഒരു മൊഡാലിറ്റി ഒക്കെ ഒരു പർട്ടിക്കുലർ സിംറ്റത്തിൻ്റെ ഒരു മൊഡാലിറ്റിയാണത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ പ്രാമുഖ്യം നോക്കുമ്പോൾ അതൊരു ജനറൽ സിംറ്റമായിട്ട് വരാം. അതൊരു ജനറൽ സിംറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്തരം പ്രാമുഖ്യം അതിലുണ്ട്. ഒക്കെ എൻ്റെ അത് വിശദീകരിക്കുന്നുണ്ട്. ചില കേസുകളിൽ ചില ലക്ഷണങ്ങൾ, ചില പർട്ടിക്കുലർ ലക്ഷണങ്ങൾ ജനറലായിട്ട് മാറും. നേരത്തെ ചില ഔഷധ കാര്യത്തിൽ ഈ ഒരു അവസ്ഥ വിശദീകരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹാർഡ് സിംറ്റം ആൻഡ് ഈസ് ഇന്റർമിംഗിൾഡ് വിത്ത് ജനറൽ സിംറ്റംസ്. ഇത് കാരണം, അതിപ്പോൾ കാരണമൊക്കെ എന്ത് പറയുകയാണ്, ഇത് ശരീരത്തിലെ വളരെ സുപ്രധാനമായ ജീവൻ നിലനിർത്തുന്ന ഹൃദയമായിട്ട് ബന്ധപ്പെട്ടൊരു ലക്ഷണമാണ്. മാത്രമല്ല ഇറ്റ് ഈസ് ഇന്റർമിംഗിൾഡ്, അങ്ങനെ ജനറലുമായിട്ട് ഒരു ജനറൽ സിംറ്റമായിട്ട് ഇത് കൂടിക്കലർന്ന് കിടക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ലക്ഷണം ഒരു ജനറലിനോളം പ്രാധാന്യത്തിലെത്തുന്നത്. വിത്ത് ദിസ് സെൻസിറ്റീവ്നെസ് ഹി ഈസ് കമ്പൽഡ് ടു ഗെറ്റ് ഇൻ ടു സം അതർ പൊസിഷൻ. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ്നെസ്സും കൂടി ഉള്ളത് കൊണ്ട് ഇയാൾ മറ്റൊരു പൊസിഷനിലേക്ക്, അയാൾക്ക് ഇടതുവശം മാറി വേറെ വശത്തേക്ക് കിടക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കും. മസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്, എഴുന്നേറ്റിട്ട് നടക്കും. ഇതിന് നടക്കണം, നടന്നേ പറ്റൂ. ബിക്കോസ് ഓഫ് ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്. ഈ വലതുവശത്ത് കിടക്കുന്നതുകൊണ്ടാകുന്ന കുഴപ്പം. ഇടതുവശം തിരിഞ്ഞ് കിടന്നു നോക്കും, അതുകൊണ്ട് സമാധാനം ഉണ്ടായി. എങ്കിലും ഒരു ശരിക്കുള്ള ശമനം കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ അയാൾക്ക് എഴുന്നേറ്റ് നടക്കണം, നടന്നേ പറ്റൂ. ദ പേഷ്യന്റ് വിൽ സേ ഹി ത്രോബ്സ് ഫ്രം ഹെഡ് ടു ഫുട്ട് വൈൽ ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്. വലതുവശത്ത് കിടക്കുമ്പോൾ രോഗിയുടെ തല മുതൽ കാൽപാദം വരെ വിങ്ങുന്നു. ഹി ത്രോബ്സ് ഓൾ ഓവർ, ശരീരം മുഴുവൻ വിങ്ങുന്നു. എ ജനറൽ പൾസേഷൻ വെൻ ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്. വലതുവശം തിരിഞ്ഞ് കിടക്കുമ്പോൾ പൊതുവായ ഒരു പൾസേഷൻ. ആ പൾസേഷൻ അയാളുടെ ഒരു പൊതു അവസ്ഥ, ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്ന പർട്ടിക്കുലർ അല്ല, അയാളുടെ ഒരു ജനറൽ കണ്ടീഷനാണത്. ഡു നോട്ട് ഫോർഗെറ്റ് ഇൻ ദിസ് മെഡിസിൻ ഓൾ ദീസ് ജനറൽ തിങ്സ് വെൻ വി കം ടു അപ്ലൈ ദം ഇൻ ദർ പർട്ടിക്കുലേഴ്സ് ആൻഡ് ദ പർട്ടിക്കുലേഴ്സ് ഇൻ ദ ജനറൽസ്. ഈ ഔഷധത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. എന്താണ്? പർട്ടിക്കുലേഴ്സിൽ ഇതിനൊരു ജനറൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നൊരു സാഹചര്യം, പർട്ടിക്കുലേഴ്സ് ജനറലായി തീരുന്നൊരു സാഹചര്യം, അത് മറക്കരുത്. അപ്പോൾ ഇതിനെ വെറുമൊരു പർട്ടിക്കുലറായിട്ട് എടുക്കരുത്, അതൊരു ജനറൽ സിംറ്റമായിട്ട് തന്നെ അർജന്റൻ നൈട്രിക്കിൻ്റെ കാര്യത്തിൽ എടുക്കണം. ആ ഒരു കാര്യം മറക്കരുത്. ജനറൽസും പർട്ടിക്കുലേഴ്സും ഇന്റർമിംഗിൾ ചെയ്ത് വരുന്ന, തുല്യ പ്രാധാന്യത്തിൽ വരുന്ന ഒരു സാഹചര്യമാണത്. ഇനി വീണ്ടും ഒരു കാര്യം അതേപോലെ പറയാം, ഡു നോട്ട് ഫോർഗെറ്റ്, നിങ്ങൾ മറക്കരുത്. എന്താണ്? ദാറ്റ് ദിസ് മെഡിസിൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്ലാറ്റനിങ് മെഡിസിൻസ് ഇൻ ദ ബുക്സ്. മെറ്റീരിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം വായുകോപമുണ്ടായി വയറും നെഞ്ചുമൊക്കെ വായു കെട്ടി നിൽക്കുന്ന ഔഷധങ്ങളിലൊന്നാണ് അർജന്റൻ നൈട്രിക്കം. അപ്പോൾ വായു കെട്ടി നിൽക്കുമ്പോൾ അത് വേറെ ചില നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചില ഔഷധങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഡു നോട്ട് ഫോർഗെറ്റ്, നിങ്ങൾ മറക്കരുത്. ഹി ഈസ് ഡിസ്റ്റന്റ് ടു ദ ബേസ്റ്റിംഗ്. അയാൾ വീർത്ത് കെട്ടിയിട്ട് അയാൾ പൊട്ടിപ്പോവും. ചെണ്ട പോലെ വീർത്തുകൊണ്ട് അയാൾ പൊട്ടിപ്പോവും. അത്രയ്ക്ക് ഫ്ലാറ്റ്നസ് ഉണ്ട്. സ്കേഴ്സ്ലി എനി റിലീഫ് ഫ്രം പാസിംഗ് ഫ്ലാറ്റസ് ഓർ ഇറക്ടേഷൻസ്. ഏമ്പക്കം വിട്ടതുകൊണ്ടോ കീഴ്ശ്വാസം വിട്ടതുകൊണ്ടോ അയാൾക്ക് യാതൊരു സമാശ്വാസം കിട്ടുന്നില്ല. ഹി ഈസ് പൊസസ്ഡ് വിത്ത് ദ ഡിസ്ട്രസിങ് ഐഡിയ ദാറ്റ് ഓൾ ഹിസ് അണ്ടർടേക്കിംഗ് മസ്റ്റ് ഫെയിൽ. ഇത് മാനസിക ലക്ഷണം പറയണം. അയാളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതായത് താൻ എന്ത് ചെയ്താലും അത് പരാജയപ്പെട്ടു പോകും. താൻ എന്ത് ചെയ്താലും പരാജയം. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ. ഞാൻ അയാളുടെ കേസ് വളരെ അയാൾ പ്രമേഹം എന്നൊക്കെ പറഞ്ഞാണ് പരാതിപ്പെട്ട് വന്നിരുന്നത്. കേസ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ കൃത്യമായിട്ടും അർജന്റൻ നൈട്രിക്കുമായിരുന്നു. അന്ന് ബാബുച്ചേട്ടൻ്റെയൊക്കെ ആണ്ട് അവസാനത്തെ രോഗികളൊരാളായിരുന്നു അദ്ദേഹം. അർജന്റൻ നൈട്രിക്കം അയാളെ ഭംഗിയായിട്ട്, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു.
ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ അയാളുടെ പ്രമേഹവും ഒക്കെ മാറിപ്പോയി. വെൻ വാക്കിംഗ് ഹി ബിക്കംസ് ഫെയിൻറ്റ് ആൻഡ് ആങ്സൈറ്റി വിച്ച് മേക്സ് ഹിം വാക്ക് ഫാസ്റ്റർ. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, നടക്കുമ്പോൾ അയാൾക്കൊരു മൊഹാലസ്യം പോലെ ഉണ്ടാകുന്നു. അത് അയാളെ കൂടുതൽ വേഗത്തിൽ നടക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേഗത്തിൽ നടന്ന ആളെ ശരിക്കും തളരും. എവരിവെയർ യു വിൽ ഫൈൻഡ് ദ ഇന്റലക്ച്വൽ സിംപ്റ്റംസ് പ്രിഡോമിനന്റ്. എല്ലായിടത്തും ഇയാളുടെ ബൗദ്ധികമായ ലക്ഷണങ്ങൾ മുന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ഹെഡ് ഏക്സ് ആർ ഓഫ് എ കൺജസ്റ്റീവ് ക്യാരക്ടർ, കൺസിഡറബിൾ ത്രോബിങ്. തലയാകെ വിങ്ങിയ തരത്തിലുള്ള ഒരു തലവേദനയാണ്. അത് വിങ്ങിയിട്ടിങ്ങനെ നെഞ്ചിടിപ്പും മറ്റുമൊക്കെ തലയിലേക്ക് അനുഭവിക്കാൻ പറ്റും. അമീൽറേറ്റ് ബൈ കോൾഡ്, തണുപ്പ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുറവ് കിട്ടും. ആൻഡ് ടൈറ്റ് ബാൻഡേജിങ്, തല ശരിക്കും മുറുക്കി കെട്ടുന്നതുകൊണ്ടും ശമനം കിട്ടും. ഹെഡ് ഏക്സ് ഫ്രം മെന്റൽ എക്സേഷൻ, ഫ്രം എക്സൈറ്റ്മെന്റ് വിത്ത് വേർട്ടിഗോ, നോസിയോ ആൻഡ് വോമിറ്റിംഗ്. അപ്പോൾ മാനസികമായ അധ്വാനം കൊണ്ട് ഉത്തേജനം ഉണ്ടാകുന്നതുകൊണ്ടൊക്കെ തലവേദന ഉണ്ടാകുന്നു. അതിനോടൊപ്പം തലകറക്കം ഉണ്ടാകും, ഒക്കാനം ഉണ്ടാകും, ശരിക്കും ഛർദ്ദി ഉണ്ടാകും. പെയിൻസ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹെഡ്, തലയുടെ വലതുഭാഗത്ത് വേദന. ജാഗിങ്, കട്ടിങ്, സ്റ്റിച്ചിങ്, പൾസേറ്റിംഗ്, എല്ലാ തരത്തിലുള്ള വേദനയും തലയുടെ വലതുവശത്ത് പ്രൊഡോമിനൻ്റ് ആയിട്ടുണ്ട്. ഹെഡ് ഫീൽസ് മച്ച് എൻലാർജ്, തല വല്ലാതെ വീർത്തിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നുന്നു. ദ ഐ സിംറ്റംസ് ആർ ടു ന്യൂമറസ് ടു മെൻഷൻ, കണ്ണുമായിട്ടുള്ള ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നിരവധിയാണുള്ളത്. ദേ ആർ ഓഫ് എ ജനറൽ ക്യാരക്ടർ സച്ച് ആസ് വി ഫൈൻഡ് ഇൻ കാറ്ററൽ കണ്ടീഷൻസ് വിത്ത് അൾസറേഷൻസ് റിലീവ്ഡ് ബൈ കോൾഡ്. ഒരു പൊതു അവസ്ഥ പോലെ തന്നെ, അതും പൊതു അവസ്ഥയാണ്, പൊതു സ്വഭാവമാണ്. കാരണം ശ്ലേഷ്മ സ്ഥലങ്ങൾ ഉള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന അവസ്ഥകൾ കണ്ണിലുമുണ്ടല്ലോ, ആ അവസ്ഥകളാണ് ഈ കണ്ണിലും കാണുന്നത്. റിലീവ്ഡ് ബൈ കോൾഡ്, അവിടെയും തണുപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശമനം കിട്ടും. ഓൾ ഓഫ് ദ ഐ സിംപ്റ്റംസ് ആർ വേഴ്സ് ഇൻ എ വാം റൂം, ചൂടുള്ള മുറിയിൽ കണ്ണിന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. വേഴ്സ് ഫ്രം സിറ്റിംഗ് ബൈ ഫയർ, തീരെ അടുത്തിരിക്കുമ്പോൾ കൂടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ തണുപ്പ് കാലത്ത് വലിയ പ്രശ്നമാവുന്നത്, എല്ലാ വീടുകളിലും ഫയർ പ്ലേസ് ഉണ്ടാവുമായിരുന്നു. വാൺസ് കോൾഡ് ആപ്ലിക്കേഷൻസ്, കോൾഡ് വാഷിംഗ്, തണുത്ത തുണിയെ നനച്ചിടണം, തണുത്ത വെള്ളം കൊണ്ട് കഴുകണം. ഈ തണുപ്പ് കാലത്താണെന്ന് ഓർക്കണം. തണുപ്പ് കാലത്ത് ഫയർ പ്ലേസിനടുത്തിരിക്കുമ്പോൾ ഒരു കണ്ണിൻ്റെ പ്രശ്നം കൂടിയിട്ട് തണുപ്പ് വെള്ളം കൊണ്ട് തുടക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് വലിയ പ്രശ്നം തന്നെയാണത്. ഇന്ത്യൻസ് ഫോട്ടോഫോബിയ, പ്രകാശമുള്ള ഭയം വളരെ രൂക്ഷമാണ്. ആവേർഷൻ ടു ലൈറ്റ്, പ്രകാശത്തോട് അനിഷ്ടം. ആൻഡ് ദിസ് ഇസ് വേഴ്സ് ഇൻ എ വാം റൂം, ചൂടുള്ള മുറിയിലാണ് ആ പ്രശ്നം വർദ്ധിക്കുന്നത്. വാണ്ട് ഇറ്റ് കോൾഡ്, തണുപ്പ് വേണം. വാണ്ട്സ് ഇറ്റ് ഡാർക്ക്, ഇരുണ്ട ഒരു സാഹചര്യം വേണം. ദർ ഇസ് മച്ച് സ്വെല്ലിംഗ് ആൻഡ് purification of the blood vessels of the eye and redness, and it has a raw denuded excoriated experience. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കണ്ടില്ലേ, കണ്ണ് വിങ്ങിയിരിക്കുന്നു, കണ്ണിലെ രക്തക്കൊഴുകൾ വിങ്ങി വീർത്ത് കട്ടിയായിട്ടിരിക്കുന്നു, ചുമന്ന നിറമുണ്ട്. അവിടെ കണ്ണിന് തൊലി പോയിട്ട് ആകെ ദ്രവിച്ചപ്പോൾ ഉണ്ടാകുന്ന വേദന, അത്തരം വേദനയും നീറ്റലും ഒക്കെ കണ്ണിലുണ്ടാവും. ഈ കൊട്ടേഷനാണ്. കീമോസിസ് വിത്ത് സ്ട്രാങ്കുലേറ്റഡ് വെസൽസ്, കണ്ണിൽ നീർക്കെട്ട് വരുന്നു. കണ്ണിലെ രക്തധമനികളിൽ അതിനെങ്ങനെ പിടിച്ച് ഞെക്കിയിട്ട് ചോര വന്ന് ഞെക്കുന്ന സ്ഥലം വരെ ചോര വന്ന് നിറഞ്ഞ പോലെ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകും. കോർണിയ ഓപ്പേക്ക്, ഇരിക്കേണ്ട കോർണിയ അതാര്യമായി തീരുന്നു, അതിലുള്ള പ്രകാശം കിടക്കുന്നില്ല. കൊട്ടേഷനാണ്. അൾസറേഷൻ ഓഫ് കോർണിയ ഇൻ ന്യൂബോൺ ഇൻഫൻസ്, നവജാത ശിശുക്കളിൽ കണ്ണിന്റെ കോർണിയയിൽ വ്രണം വരുന്നു. പ്രൊഫ്യൂസ് പ്യൂരിലൻ ഡിസ്ചാർജ് ഫ്രം ദ ലിഡ്സ്, അതിന്റെ കൺപോളയിൽ നിന്നും ധാരാളമായി കട്ടിയുള്ള കഫം വരുന്നു, പഴുപ്പ് വരുന്നു. ആൻഡ് ദിസ് ഇസ് വാട്ട് ദ റെഗുലേഴ്സ് കൊട്ടേഷനാണ്. ഇൻ ഫോർമർ ഡേയ്സ് ആൻഡ് ഓൾമോസ്റ്റ് അപ് ടു ഡേറ്റ് ഹാവ് ബീൻ യൂസിങ് ഫോർ ദ ഐസ് ട്രീറ്റിംഗ് ദം വിത്ത് അർജന്റൈട്രിക്കം. ഇവിടെ റെഗുലേഴ്സിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് അംഗീകൃത ചികിത്സകരും കോക്സ്, പിന്നെ വ്യാജ ചികിത്സകരും. അപ്പോൾ റെഗുലേഴ്സ്, അങ്ങനെ അംഗീകൃത ചികിത്സകർ, തെല്ല് പരിഹാസത്തോടെയാണ് എന്ന് പറയുന്നത്. അലോപ്പതിയിൽ അംഗീകൃത ചികിത്സകർ, ക്വാളിഫൈഡ് ആളുകൾ പോലും അർജന്റൈട്രിക്കത്തെ ഇത്തരം കണ്ണിന്റെ പ്രശ്നങ്ങളിൽ അന്ന് വരെ, അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുകയാണ്. ഫോട്ടോഫോബിയ, പ്രകാശഭയം. ആഫ്റ്റർ ലോങ് ലുക്കിംഗ് അറ്റ് ഫൈൻ സ്വിങ് ഫൈൻ പ്രിന്റ്, തുന്നലിനെ ഇങ്ങനെ തുന്നുന്നതിനെ ദീർഘനേരം നോക്കിയിരിക്കുന്നുണ്ട്. പണ്ടക്കാലത്ത് വീട്ടിൽ പ്രായമുള്ളവരൊക്കെ, മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ ഒരു ക്രൊഷി എടുത്ത് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിൽ അവരുടെ പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ തൊപ്പി, വസ്ത്രം,
സ്വെറ്റർ അതൊക്കെ തുന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ തുന്നലിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മെഷീനിലെ തുന്നൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രിന്റ് അച്ചടിച്ച പുസ്തകങ്ങളോ പത്രമോ ഒക്കെ വായിക്കുമ്പോൾ ഈ കണ്ണിന് ഈ പ്രശ്നം വരുന്നു, ഫോട്ടോഫോബിയ വരുന്നു. ഇൻ വൺ ഹു ഹാസ് സഡൻലി ടേക്കൻ ഓൺ ഫാർ സൈറ്റ്നസ്, ഒരാൾക്ക് പെട്ടെന്ന് ദൂരക്കാഴ്ച അടുത്ത് കാണാൻ പറ്റില്ല, പ്രായമായവർ വരുന്നതാണ്. ദൂരെയുള്ള കാര്യങ്ങൾ കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. ഇപ്പോൾ പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് വായിക്കും, കണ്ണട വെക്കാതെ. അത് മുതിർന്നവരിൽ വരുന്നത് അത് സ്വാഭാവികമായിട്ട് വരുന്നത്. ഇത് ചെറുപ്പക്കാരിൽ യുവാക്കളിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അർജന്റീൻ നൈട്രിക്കത്തെ കുറിച്ച് കൂടി ചിന്തിക്കാം. ഇറ്റ് ഹാസ് കം ഓൺ ആസ് എ കൺജസ്റ്റീവ് കണ്ടീഷൻ. ഈ കണ്ണിന്റെ വീർത്ത് കെട്ടിയ കൺജസ്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അതോട് ബന്ധപ്പെടാണ് വരുന്നത്. നോട്ട് ഓഫ് ഓൾഡ് ഏജ് ബട്ട് സംതിങ് ദാറ്റ് ഷുഡ് ബി ക്യൂർഡ്. ഓൾഡ് ഏജിലുള്ള ഒരു ഘടനാപരമായ പ്രശ്നം, അതിന് ഗ്ലാസ് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചെറുപ്പത്തിലാണ് അതിന് അർജന്റീൻ നൈട്രിക്കം പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ സാധിക്കും. ഷുഡ് ബി ക്യൂർ, അതിനെ സുഖപ്പെടുത്തണം. All at once he cannot see printed to the usual distance but must hold it away. All at once. അയാൾക്ക് ഇന്നലെ വരെ അയാൾക്ക് സൗകര്യമായിട്ട് വായിക്കാമായിരുന്നു, ഇന്ന് അയാൾക്ക് പുസ്തകത്തിൽ പിടിക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യം. ഇഫ് ഇറ്റ് ഒക്കേഷൻ സം 25 years of age or in a child, 25 വയസ്സുള്ള ആളില്, ഇതിലെ കുട്ടിയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഔഷധം കൊടുക്കേണ്ടത്. എനിക്കൊരു 40 വയസ്സൊക്കെ ആയി, 40-42 വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഈ ദൂരക്കാഴ്ച കണ്ടുവരേ ഇല്ല, അടുത്ത കാഴ്ച സുഖമായിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാഴ്ച ഞാനപ്പോൾ നിരന്തരം വായന എഡിറ്റിങ്, ഫുൾ ടൈം എഡിറ്റിങ് ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അടുത്ത് കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതൊരു 1-2 മാസം കൊണ്ടാണ് ശരിക്കും അത് ഞാൻ ബോധ്യപ്പെട്ടത്. അപ്പോൾ പരിശോധിച്ചു, ഡബിൾ ലെൻസിലേക്ക് മാറുകയും ചെയ്തത്. അപ്പോൾ അതിന് മരുന്നുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഒരു 25 വയസ്സുകാരിയിൽ ശിശുവിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഔഷധം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. എ ക്ലോസ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. അടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കാണാൻ പറ്റില്ല. സച്ച് എ ഡിസ്റ്റർബൻസ് ഓഫ് അക്കോമഡേഷൻ പ്രൊഡ്യൂസിങ് ഫാർ സൈറ്റ്നസ് ഇറ്റ് ഹാസ് കോസ്ഡ് ആൻഡ് ക്യൂർഡ്. അപ്പോൾ പോവിങ്ങിൽ അത്തരം അവസ്ഥ അർജന്റീൻ നൈട്രിക്കം ഉണ്ടാക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. എഡീമ ഓഫ് ദി ലിഡ്സ്, കൺപോളകളിൽ നീര് കെട്ടി വീർത്തരവസ്ഥ. എഡീമ ഈസ് എ വേർഡ് വിച്ച് റൺസ് ത്രൂ ദിസ് റെമഡി. ഈ ഔഷധത്തിൻ്റെ കൂടെ ഉടനീളം കാണുന്നൊരവസ്ഥയാണ് നീർക്കെട്ട്. കണ്ണിലും കൺപോളയിലും മാത്രമല്ല, കൃഷ്ണമണിയിലൊക്കെ മാത്രമല്ല, എല്ലായിടത്തും നീർക്കെട്ട് ഈ അർജന്റീൻ നൈട്രിക്കത്തിലുണ്ട്. ദാറ്റ് ഈസ് ടു സേ ഇറ്റ് ഹാസ് എ ഡ്രോപ്സിക്കൽ സ്റ്റേറ്റ് വേറെവർ ഡ്രോപ്സി മേ ഒക്കർ. ഡ്രോപ്സി എന്നുള്ളൊരു അവസ്ഥ, നീരുകെട്ടി വീർത്തൊരവസ്ഥ എവിടെയൊക്കെ ഉണ്ടാകാമോ അവിടെയൊക്കെ ഉണ്ടാക്കും ഈ ഒരു ഔഷധം. ദ ഫേസ് ഇസ് ദ നെക്സ്റ്റ് പ്ലേസ് വി ഫൈൻഡ് പർട്ടിക്കുലേഴ്സ് വർത്തി ഓഫ് നോട്ട്. അർജന്റീൻ നൈട്രിക്കിന്റെ പർട്ടിക്കുലേഴ്സ് സാധാരണ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നാണ് മുഖം. ഈ കൊട്ടേഷനാണ്. ഫേസ് സെറ്റ് സ്റ്റുഡ് ഇൻ ഡ്രോപ്സ് ഓൺ ഹിസ് ഫേസ്. മുഖത്ത് വേർത്തിട്ട് ഇങ്ങനെ തുള്ളി കുത്തി ഇങ്ങനെ നിൽക്കും മുഖത്ത്. ഫേസ് സങ്കൺ പെയിൽ ബ്ലൂയിഷ്. മുഖമാകെ ഇങ്ങനെ മനസ്സിടിഞ്ഞ പോലെ മുഖമാകെ തളർന്നിരിക്കുന്നു, വിളറിയിരിക്കുന്നു, നീലിച്ചിരിക്കുന്നു. ലുക്സ് പ്രമച്ചുർലി ഓൾഡ്. പ്രായത്തിലധികം പ്രായം തോന്നിക്കുന്നു, ഉള്ളതിലധികം പ്രായം തോന്നിക്കുന്നു. ഫേസ് ബ്ലൂ, ഹെവി ബ്രീത്തിങ്, പൾസ്ലെസ്. മുഖം നീലിച്ചിരിക്കുന്നു, വല്ലാതെ ഇങ്ങനെ ശ്വാസം കഴിക്കുമ്പോൾ വീർക്കുന്ന പോലെ തോന്നുന്നു, അവിടെ വിങ്ങുന്നു. Then comes the throat symptoms. ഇനി തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടത്. Another feature of this remedy, it is general tendency to produce warts. തൊണ്ടയുടെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അരിമ്പാറയിലേക്ക് പോകാം. കാരണം തൊണ്ടയിലുണ്ട് അരിമ്പാറ, തൊണ്ടയിൽ പോലും അരിപ്പാറയുള്ളൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു സൈക്കോട്ടിക് സാഹചര്യത്തിലേക്കാണ് അത് വിരച്ചു കൊണ്ടുന്നത്. There is a tendency to forward the growth of warts in the throat. തൊണ്ടയിൽ അരിമ്പാറ വളരുന്ന സാഹചര്യത്തെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. There are little warts like growths, polypoid growths in the throat and about the genitals and anus. ജനനേന്ദ്രിയങ്ങളിൽ, മലദ്വാരത്തിൽ, തൊണ്ടയിലൊക്കെ അരിമ്പാറ പോലുള്ള ചെറിയ വളർച്ചകൾ. Hence its great use in psychotic constitution. അതുകൊണ്ട് തന്നെ സൈക്കോട്ടിക് പ്രവണതയുള്ള സൈക്കോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അർജന്റീൻ നൈട്രിക്കത്തിന് നല്ലൊരു പ്രയോഗസാധ്യതയുണ്ട്. ഇറ്റ് ഹാസ് ഓൾ സോർട്ട് ഓഫ് ഡിസ്ചാർജ് നെസസറി ടു ഇറ്റ്സ് യൂസ് ഇൻ ദ സൈക്കോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷൻ. സൈക്കോട്ടിക് ജൈവഘടനയുള്ള ആളുകളിൽ കാണാവുന്ന എല്ലാത്തരം ഡിസ്ചാർജസും അർജന്റീൻ നൈട്രിക്കത്തിലുണ്ട്. അപ്പോൾ ഓരോ ഭാഗം നമ്മൾ വായിച്ചു ചെല്ലുന്തോറും അർജന്റീൻ നൈട്രിക്കത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആഴവും പരപ്പും എല്ലാം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇതുപോലെ വിലപ്പെട്ട വിവരങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.